സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 8 വരെ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എസ് ശാലിനിയുടെ വാർത്തയിലെ വിശദാംശങ്ങളുമായി. ശാലിനി, അതായത് ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. ഇന്ന് 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. എന്തായാലും വലിയ ആശ്വാസം എന്ന് പറയുന്നത് മഴ അലേർട്ട് ഉണ്ട് എങ്കിൽ പോലും തെല്ലൊരാശ്വാസം മഴയ്ക്ക് താൽക്കാലികമായ ഒരു ശമനമുണ്ട് എന്നുള്ളതാണ്. അത് തൽക്കാലത്തേക്കാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഒരു ശമനമുണ്ട്. ഒപ്പം തന്നെ പല ഇടങ്ങളിലും ഇങ്ങനെ വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസമാണ്. എങ്ങനെയാണ് ഏറ്റവും കൂടുതലത്തെ അലേർട്ട്? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ആശ്വാസമാണ്. അലേർട്ടുകൾ മാറി തുടങ്ങുന്നു. ഒപ്പം തന്നെ നിലവിൽ ഓറഞ്ച് അലേർട്ട് പല ജില്ലകളിലും ഉണ്ടെങ്കിലും ആ ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴ ചില ജില്ലകളിലൊന്നും ലഭ്യമാകുന്നില്ല. വെള്ളക്കെട്ടും വെള്ളം കയറിയുള്ള കെടുതികളൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മഴ മുന്നറിയിപ്പുകളിൽ 12 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് ഈ മണിക്കൂറിൽ നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ശക്തമായ കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് പ്രളയ സാധ്യത മേഖലകളിൽ താമസിക്കുന്നവരും മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ താമസിക്കുന്നവരും ഒക്കെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. അനാവശ്യ യാത്രകൾ, പ്രത്യേകിച്ച് പകലോ രാത്രിയോ അനാവശ്യ യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. വെള്ളത്തിലിറങ്ങിയുള്ള വെള്ളക്കെട്ടുകളിൽ ഇറങ്ങിയുള്ള സാഹസിക പ്രവർത്തനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ചില ജലസേചന വകുപ്പിന്റെ അണക്കെട്ടുകളിൽ നീരൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ചില അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതായത് വലിയൊരു ആശങ്ക നിൽക്കുന്നത് മലങ്കര, ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിലാണ്. അവിടെ ബ്ലൂ അലേർട്ട് നിലവിൽ നൽകിയിരിക്കുകയാണ്. നീരൊഴുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. മറ്റൊന്ന്, ചില നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിൽ 1-2 നദികൾക്ക് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, ഒപ്പം തന്നെ കോട്ടയത്തെ മീനച്ചിൽ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള അടക്കമുള്ള ചില മേഖലകളിലെ നദികൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആലപ്പുഴയിലെ പമ്പ, എറണാകുളത്ത് മൂവാറ്റുപുഴ ആറ്, കരുവന്നൂർ ആറ്, തൃശ്ശൂരിൽ, ഒപ്പം തന്നെ കാസർഗോഡ് മൊഗ്രാൽ മേഖലയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് നദികളിലൊക്കെ. ഈ നദികളുടെ തീരദേശങ്ങളിൽ താമസിക്കുന്നവർ ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മറ്റൊന്ന്, തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. രാത്രിയൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഒഴുക്ക് കൂടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദ പാത്തി, ഒപ്പം തന്നെ ന്യൂനമർദ്ദം അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ മഴ കുറയുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ പോലും ജാഗ്രത കൈവിടരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. ഇനിയിപ്പോൾ 1 മണിക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അലേർട്ടുകൾ വരാനുള്ളത്. അപ്പോൾ കൂടുതൽ ജില്ലകൾക്ക് ഈ അലേർട്ടുകൾ മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് കാണുന്നത്. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. പല ജില്ലകളിലും സൂചിപ്പിച്ചതുപോലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. ഒപ്പം തന്നെ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിൽ പോലും പ്രദേശത്തുള്ള ജനങ്ങൾ ജാഗ്രത കൈവിടരുത്. മണ്ണിടിച്ചിൽ അടക്കമുള്ള ഭീഷണികൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് ശാലിനി റിപ്പോർട്ട് ചെയ്തത്.